السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فاتقوا الله عباد الله. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സാധാരണയായി ധാരാളം ആളുകൾ അന്വേഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിത്യജീവിതത്തിൽ നാം പാരായണം ചെയ്യേണ്ടുന്ന സൂറത്തുകൾ ഏതൊക്കെയാണ് എന്നും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളതിന് നമ്മുടെ പ്രമാണങ്ങൾ എന്താണ് എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പലരും അന്വേഷിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വിശുദ്ധ ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം ജീവിതത്തിൽ ധാരാളം വർദ്ധിപ്പിക്കൽ അനിവാര്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യകർമ്മമാണ്. അതുകൊണ്ട് തന്നെ ഞാനിനി പറയാൻ പോകുന്ന ചില സൂറത്തുകൾ, ആ സൂറത്തുകൾ നിത്യവും പാരായണം ചെയ്യാൻ ഇനി നമുക്ക് എല്ലാം കൂടി പാരായണം ചെയ്യാൻ സാധ്യമല്ലാതെ വന്നാലും കഴിവിൻ്റെ പരമാവധി അവയിൽ ചിലതെങ്കിലും പാരായണം ചെയ്യുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതിലൂടെ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പുണ്യം നേടുവാൻ നമുക്ക് സാധ്യമാകുമെന്ന കാര്യത്തിൽ നാം സംശയിക്കേണ്ടതില്ല. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്യാറുണ്ടായിരുന്ന സൂറത്തുകളെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, അവയുടെ തെളിവുകളടക്കം. ഒന്ന് സൂറത്തു സജദയാണ്. അലിഫ് ലാം മീം എന്ന് തുടങ്ങുന്ന, നമ്മൾ വെള്ളിയാഴ്ച ദിവസം സുബഹിയുടെ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം പാരായണം ചെയ്യൽ പ്രത്യേകതയുള്ള ആ സൂറത്തു സജദ. അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്ക്, ഈ രണ്ട് അധ്യായങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിത്യവും പാരായണം ചെയ്യാറുണ്ടായിരുന്ന അധ്യായങ്ങളാണ് അഥവാ സൂറത്തുകളാണ്. ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ലാ യനാമു ഹത്താ യഖറഅ അലിഫ് ലാം മീം തൻസീൽ വതബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സഹീഹായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തു സജദയും അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്കും പാരായണം ചെയ്യാതെ ഉറങ്ങാറുണ്ടായിരുന്നില്ല എന്ന്. സഹോദരങ്ങളെ, നാം ശ്രദ്ധിക്കുക, കഴിയുന്ന ആളുകളൊക്കെ ഇത് പരിശീലിക്കുക, ജീവിതത്തിൽ അത് നിലനിർത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റു രണ്ട് സൂറത്തുകളെ ഒരുമിച്ച് പറഞ്ഞ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ ഇസ്റാ ആണത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഇസ്റാ. അതുപോലെ തന്നെ സൂറത്തു സുമർ, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ യനാമു ഹത്താ യഖറഅ അസ്സുമറ വബനി ഇസ്രായീൽ. ഇതും തുർമുദി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സഹീഹായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തു സുമറും സൂറത്തു ബനി ഇസ്രായീലും പാരായണം ചെയ്യാതെ ഉറങ്ങാറില്ലായിരുന്നു എന്ന്. അപ്പോൾ ആ രണ്ട് അധ്യായങ്ങൾക്കും പ്രാധാന്യമുണ്ട്. ഇനി മൂന്ന് സൂറത്തുകൾ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തിട്ടുണ്ട്, സൂറത്തുൽ ഫലഖ് പാരായണം ചെയ്തിട്ടുണ്ട്, സൂറത്തുൻ നാസ് പാരായണം ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഇരു കൈകളും കൂട്ടിപ്പിടിക്കുകയും അതിൽ ഊതുകയും അതുപോലെ തന്നെ അതിലേക്ക് ഓതുകയും ചെയ്തുകൊണ്ട്, അതുകൊണ്ട് തലയിലും അതുപോലെ തന്നെ ശരീരത്തിൽ എന്ന മുൻഭാഗങ്ങളിൽ എത്താവുന്ന സ്ഥലങ്ങളിലെല്ലാം തടവുകയും ചെയ്തിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് സഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് 3 തവണ ആവർത്തിച്ചിട്ടുമുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതോടുകൂടി ഇപ്പോൾ 3 സൂറത്തുകളായി, 3 2 5 2 7 എണ്ണമായി. ഇനി അതിന്റെ പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്തിരുന്ന നിത്യ സൂറത്തുകളിൽപ്പെട്ടത് തന്നെയാണ് സൂറത്തുൽ കാഫിറൂൻ. ഫർവത്ത് ബിൻ നൗഫൽ അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം,
അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ലിനൗഫൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൗഫൽ റളിയല്ലാഹു അൻഹുവിനോട് ഇപ്രകാരം പറയുകയുണ്ടായി, ഇഖ്റ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സുമ്മ നം അലാ ഖാതിമതിഹാ ഫഇന്നഹാ ബറാഅത്തും മിനശ്ശിർകി. എന്താണ് ആ ഹദീസിന്റെ ആശയം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉപദേശം, സൂറത്തുൽ കാഫിറൂൻ നീ പാരായണം ചെയ്യുക, എന്നിട്ട് നീ ഉറങ്ങുക, അതായിരിക്കട്ടെ നിന്റെ അവസാന പാരായണത്തിൽ അവസാനം, അതായിരിക്കട്ടെ ഖുർആൻ സൂറത്തുകളിൽ നിന്ന് പാരായണം ചെയ്യുന്നതിൽ അവസാനം അതായിരിക്കട്ടെ. ഫഇന്നഹാ ബറാഅത്തും മിനശ്ശിർകി, ശിർക്കിൽ നിന്ന് നിനക്കുള്ള ഒരു മുക്തിയാണ് ആ അധ്യായം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. ആശയം വളരെ വ്യക്തമാണ്, നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. സൂറത്തുൽ കാഫിറൂനിലെ ആശയം ശുദ്ധമായ തൗഹീദാണ്, ശിർക്കിൽ നിന്ന് ഒഴിവാകലാണ് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിയവരാണ്. ഇനി അതേപോലെ തന്നെ നിത്യജീവിതത്തിൽ പാരായണം ചെയ്ത ഒരായത്താണ് ആയത്തുൽ കുർസി. നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന മഹനീയമായ ആ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിയോട് പറഞ്ഞിട്ടുണ്ട്, നീ നിന്റെ വിരിപ്പിലേക്ക് ചെന്ന് ചേരുന്ന അവസരത്തിൽ നീ ആയത്തുൽ കുർസി പാരായണം ചെയ്യണം. കാരണം അതിലൂടെ നിനക്ക് ലൻ യസാല അലൈക മിനല്ലാഹി ഹാഫിളുൻ വലാ യഖറബുക ശൈത്താനുൻ ഹത്താ യുസ്ബിഹ, നിനക്ക് അല്ലാഹുവിങ്കൽ നിന്നുള്ള പ്രത്യേകം ഒരു കാവൽക്കാരനുണ്ടാകും. മാത്രമല്ല പുലരുവോളം ശൈത്താൻ ഒരിക്കലും നിന്നോട് സമീപിക്കുന്നതല്ല എന്നുകൂടി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി 10ാമത്തെ കാര്യമായി പറയാനുള്ളത് സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗത്തുള്ള 2 ആയത്തുകളാണ്. നിത്യജീവിതത്തിൽ നമ്മൾ പാരായണം ചെയ്യേണ്ടുന്നതാണത്. മഹാനായ സ്വഹാബി അബൂ മസ്ഊദുൽ ബദരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറയുകയുണ്ടായി, അല്ലായതാനി മിൻ ആഖിരി സൂറത്തുൽ ബഖറ മൻ ഖറഅഹുമാ ഫീ ലൈലത്തിൻ കഫതാഹു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗത്ത് വന്നിട്ടുള്ള 2 ആയത്തുകൾ, മൻ ഖറഅഹുമാ, ആരെങ്കിലും അവ രണ്ടും പാരായണം ചെയ്താൽ, ഫീ ലൈലത്തിൻ, ഒരു രാത്രിയിൽ പാരായണം ചെയ്താൽ, കഫതാഹു, അത് രണ്ടും അവന് മതിയാകുന്നതാണ്. ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. എന്താണ് അവിടെ കഫതാഹു, അത് രണ്ടും അവന് മതിയാകും എന്നതിന്റെ ഉദ്ദേശം? ചില പണ്ഡിതന്മാർ പറഞ്ഞു, കഫതാഹു മിൻ ഖിയാമിൽ ലൈലി, രാത്രി നമസ്കാരത്തിന് പകരം ഇത് മതി എന്ന് പറഞ്ഞാൽ രാത്രി നമസ്കാരം ഒഴിവാക്കണമെന്നാരും മനസ്സിലാക്കരുത്, അത്രയും പുണ്യം ഇതിനുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു വ്യാഖ്യാനം, കഫതാഹു മിനശ് ശൈത്താൻ, പിശാച്ചിൽ നിന്ന് നിനക്ക് പ്രതിരോധമേർപ്പെടുത്തുവാൻ ഈ 2 സൂക്തങ്ങൾ മതി എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. 3ാമത്തൊരു വ്യാഖ്യാനമുള്ളത് മിനൽ ആഫാത്തി, എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നുമൊക്കെ നിനക്ക് ഈ 2 ആയത്തുകളും മതി എന്ന വ്യാഖ്യാനവുമുണ്ട്. ഈ 3 വ്യാഖ്യാനങ്ങൾക്കും സാധ്യതയുള്ള പദപ്രയോഗമാണ് കഫതാഹു മിനൽ ലൈലി എന്നുള്ള പ്രയോഗം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഇനി സഹോദരങ്ങളെ, ആയത്തുൽ കുർസി എല്ലാ നമസ്കാരത്തിന്റെയും പിറകെ പാരായണം ചെയ്യൽ കൂടി അതിന്റെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ആരെങ്കിലും മൻ ഖറഅ ആയത്തുൽ കുർസി ഫി ദുബുരി കുല്ലി സ്വലാത്തിൻ മക്തൂബ, എല്ലാ ഫർള് നമസ്കാരങ്ങളുടെയും പിറകെ ആരെങ്കിലും ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നുവെങ്കിൽ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്ന ഇല്ലാ അൻ യമൂത്ത്, സ്വർഗപ്രവേശനത്തിന് അവന്റെ മുമ്പിൽ മരണമല്ലാതെ തടസ്സമില്ല എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ എന്നുള്ള റിപ്പോർട്ടിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി നമുക്ക് അവസാനമായി സൂചിപ്പിക്കുവാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിത്യവും പാരായണം ചെയ്ത 11 ആയത്തുകളാണ്. ആ 11 ആയത്തുകളും എവിടെയാണ് കിടക്കുന്നത്? ശുദ്ധ ഖുർആനിലെ 3ാമത്തെ അധ്യായമായ സൂറത്തു ആൽ ഇംറാൻ, അതിന്റെ അവസാന ഭാഗത്ത് വന്നിട്ടുള്ള ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് എന്ന സൂക്തത്തിൽ തുടങ്ങി യാ അയ്യുഹല്ലദീന ആമനുസ്ബിറു വസാബിറു വറാബിതു വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബഹിക്ക് മുമ്പേ രാത്രിയിൽ എഴുന്നേൽക്കുമ്പോൾ അവിടുന്ന് ഉറക്കച്ചടവൊക്കെ അവിടുത്തെ കൈകൾ കൊണ്ട് കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ തുടച്ചു നീക്കി, ആ നിലക്ക് ഇങ്ങനെ കണ്ണുകളൊക്കെ തടവി
ബദവി അവിടുന്ന് ഈ 11 ആയത്തുകൾ പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്ന് കൂടി നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഇതെല്ലാം കൂടി ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ എല്ലാം കൂടി നമുക്ക് പാരായണം ചെയ്യാൻ സാധ്യമായില്ലെങ്കിലും സാധ്യമാകുന്നത്ര നിലനിർത്തുക. അതുകൊണ്ടൊക്കെ നമ്മുടെ ജീവിതത്തിൽ മനസ്സമാധാനമുണ്ടാകും, വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഈ അധ്യായങ്ങളും ഈ ആയത്തുകളുമൊക്കെ വിശ്വാസികളായ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവട്ടെ, നമ്മുടെ സജീവമായ ശ്രദ്ധ പതിയട്ടെ. അള്ളാഹു നേരറിയാൻ, നേരിന്റെ പാതയിൽ മുന്നോട്ട് പോകുവാനുള്ള എല്ലാ തൗഫീഖുകളും നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. മാരക രോഗങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.